നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ഒരു ബൗൾ ലോങ് റൈസ്, 4 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ കുരുമുളക് പൊടി, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ബീൻസ് ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ക്യാബേജ് ചോപ്പ് ചെയ്തത്, 50 ഗ്രാം ഓയിൽ, സോയ സോസ്. അപ്പോൾ ഓക്കെ, ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഞാൻ കാണിച്ചു. റൈസ് ബോയിൽ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയണ കാര്യമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. ആണെങ്കിൽ 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ അതിൽ ഓയിൽ ആഡ് ചെയ്ത് ബോയിൽ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ചെറുനാരങ്ങയുടെ ഒരു 1/2 കിലോ റൈസ് അല്ലെങ്കിൽ 1 കിലോ റൈസ് ആണെങ്കിൽ ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിലിടുക. പിന്നെ രണ്ട് കാര്യമായി. മൂന്നാമത്തെ കാര്യം, റൈസ് ഒരു 85 to 95% മാത്രം റൈസ് ബോയിൽ ചെയ്യും. ആ കണ്ടീഷനിൽ റൈസ് ഊറ്റുക. റൈസ് ഊറ്റിയിട്ട് 5 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ റൈസ് ഒരു പരന്ന പാത്രത്തിലിട്ട് പരത്തിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെക്കുക, തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം മാത്രമാണ് ഫ്രൈഡ് റൈസ് അടിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഭയങ്കര സ്റ്റിക്കിയാവും. ആ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി റൈസ് അടിച്ചു കഴിഞ്ഞാൽ റൈസ് ഭയങ്കര ഒട്ടലും കാര്യങ്ങളുണ്ടാവും. നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആവില്ല. ശ്രീജിത്ത് എന്താ പറയാതെ ആരും ചോദിക്കരുത്, അതിനുവേണ്ടി പറയണതാണ്. അപ്പോൾ റൈസ് ബോയിൽ ചെയ്യുന്ന കാര്യം ഞാൻ കാണിക്കുന്നില്ല, ഡയറക്റ്റ് റൈസ് കുക്ക് ചെയ്ത റൈസ് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത ഒരു ബൗൾ റൈസ് കുക്ക് ചെയ്ത് ഇങ്ങനെയുണ്ട്. ഞാൻ ചെറുനാരങ്ങ ഇട്ടിട്ടുണ്ട്, അതിൽ ലേശം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റൈസ്. ഈ ഡ്രൈനെസ്സിൽ കാണുന്ന റൈസ് ഉണ്ട്, നല്ല പൂ പോലെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ റൈസ് വേറൊരു പ്രത്യേകത ഉണ്ട്. റൈസ് ഇപ്പോൾ നിലത്തെറിയുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ പന്ത് പോലെ തെറിച്ചു വരും. അതാണ് അതിൻ്റെ പാകം. ഓക്കെ, അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന കാര്യം നോക്കാം. എങ്ങനെയാണ് എഗ് റൈസ് ഉണ്ടാക്കേണ്ടത്, എഗ് ഫ്രൈഡ് റൈസ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 50 ഗ്രാം ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ എഗ്ഗ് ഒന്ന് കുക്കാവാൻ സമ്മതിക്കുക. അല്ലെങ്കിൽ ഇട്ട വഴിക്ക് നല്ലപോലെ ഇറക്കിണെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾഡ് ആകും. സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ മറ്റേ മുട്ടക്കുത്തിപ്പൊരി പോലെയോ അല്ലെങ്കിൽ ഒരു ബുർജി പോലെ ആയിപ്പോവും. അപ്പോൾ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടിക്കുക. ഓക്കെ, നമ്മുടെ എഗ്ഗ് ആവശ്യത്തിന് നല്ല വലിയ പീസിലാണ് സ്ക്രാമ്പിൾഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ക്യാബേജ്, ഒരു 20 ഗ്രാം ക്യാരറ്റ്, 20 ഗ്രാം ക്യാബേജ് ഇടണം, ഒരു 20 ഗ്രാം ബീൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ക്യാരറ്റും ബീൻസും നല്ലപോലെ സോട്ടായിട്ടുണ്ട്. സോട്ടായിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത റൈസിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഷുഗർ, പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്തിട്ട് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് ചെയ്യാട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.